There are two communications. There is external, there is internal. External means you need to get weather reports. Weather report ഇല്ലെങ്കിൽ ഇറ്റ്സ് ക്രേസി. നമ്മുടെ ഇന്ത്യൻ ഈ അരിഗൻസി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കോസ്റ്റ് അവിടെ ഒരു വിധത്തിൽ ഒരു സൈക്ലോൺ വരുന്നുണ്ട്. കൂടി വന്നാൽ ഒരു വിധത്തിൽ 2 സൈക്ലോൺ വരും. 2021 എനിക്ക് വന്നാൽ 4 സൈക്ലോൺ വന്നു. ദാറ്റ്സ് എ മാക്സിമം. നമ്മൾ ഈ സദർൺ ഓഷനിലോട്ട് പോകത്തില്ലേ, അവിടെ ഒരു ചൊല്ലുണ്ട്. There are no rules south of 40 degrees south. There are no laws south of 50 degrees south. There are no courts south of 60 degrees south. There is no common sense south of 70 degrees south. Because it is absolutely chaotic. It's mayhem. അവിടെ സൈക്ലോൺ അല്ല, കോൾഡ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ 60 km സ്പീഡിൽ കാറ്റ് വന്നാൽ സൈക്ലോൺ എന്നാണ് പറയുന്നത്. അവിടെ അങ്ങനത്തെ ഒരാഴ്ച 2 സിസ്റ്റം കിട്ടും. And ഇത് you cannot tell when it is coming. അതിനെ predict ചെയ്യാനായിട്ട് നമുക്ക് ബോട്ടിനകത്ത് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ പാരാമീറ്റർ മാത്രമേ ഉള്ളൂ. So you need radios so that you can get these weather reports. The second thing is you have to stay in touch with your family. Like you have to stay in touch with your family. അതിനുവേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇടയ്ക്കിടയ്ക്ക് കപ്പലൊക്കെ വരുവാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ആദ്യം അവരുടെ അടുത്ത് നിന്ന് എൻ്റെ GPS പൊസിഷൻ ചോദിക്കും. അത് കിട്ടി കഴിയുമ്പോഴത്തേക്കും അവരോട് can you send a message to my wife? And the message was very simple. How are you darling? It was a very short, simple message because then she will know that it's me. Maybe ഒരു കുറേ random numbers same message. So that was it. Now, if she is awake, she gets this message on WhatsApp. If she is awake, if she sets a reply in time, and if we are still within VHF range, then I get a reply. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ നോർത്ത് അറ്റ്ലാന്റിക്കിൽ ഗോൾഡൻ ഗോബ്രേസ് ഉണ്ടായിരുന്നു. അതിനോട് തുടങ്ങിയിട്ട് ഒരു 20-25 days കഴിഞ്ഞപ്പം ഞാൻ BW ലൈലാക്ക് എന്ന് പറഞ്ഞൊരു ഷിപ്പിനുണ്ട്. അപ്പോൾ ആ ഷിപ്പിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, can you give me my GPS position? He immediately gave me the position. He asked me, why do you need GPS position? GPS ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു റേസ് ചെയ്യുന്നുണ്ട്, GPS ഇല്ലാത്ത ഒരു റേസാണ്. അപ്പോൾ he asked me, എത്ര പേരുണ്ട് ബോട്ട്? ഞാൻ ഒറ്റയ്ക്കാണ്. Next question, are you European? Which country are you from? I said, I'm Indian. He said, I thought you were European because it's only Europeans who do all these things. Suddenly he's like, there is one Indian guy who sails around the world alone. His name is Abhilash Tommy. Do you know him? കേട്ടിട്ടുണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാനൊരു ആക്സെന്റ് വിളിച്ചു. ഞാൻ നേരെ ചോദിച്ചു, മലയാളിയാണോ? മറുപടി, അതെ സാറേ, മാറ്റിൽ മാർക്കോസിനോ കേരള. അപ്പോൾ ഇങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2022 ഗോൾഡൻ ഗോബ്രേസ് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഷിപ്പിനോട് ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് ആ ഷിപ്പ് അയച്ച് അടുത്ത ഷിപ്പ് അതിന്റെ പുറകെ ആ ഷിപ്പിനോട് പറഞ്ഞു. അപ്പോൾ ഇപ്പൊ മറ്റേ ഷിപ്പിനോട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അവിടുത്തെ മറുപടി കിട്ടിയില്ല. കുഴപ്പമില്ല. സോ മോസ്റ്റ് ഓഫ് ദീസ് seafarers what they used to do is എൻ്റെ ഒരു ഫോട്ടോ എടുക്കും, whatever they can see, and they used to send that photo also to my wife. So that's how they helped. ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ കടലിൽ നമ്മൾ പല പേരുകളും നോർത്ത് പസഫിക്, അറ്റ്ലാന്റിക്, കടലെല്ലാം ഒന്നുമാണ് ഡിഫറൻസ് ഓൾസോ. നമ്മൾ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുമ്പം ആ കടല് ഭയങ്കര ചൂടാണ്, കൊടുങ്കാറ്റ് കുറെ മഴ പെയ്യും. നമ്മൾ എത്രയും സൗത്തിലോട്ടോ നോർത്തിലോട്ട് പോകുമ്പോൾ അവിടെ ഈ സ്റ്റോംസിന്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ തണുപ്പെന്ന് വെച്ചാൽ പറയാൻ പറ്റാത്തതുണ്ട്. തണുപ്പെന്ന് വെച്ചാൽ ദർ ഇസ് എ കോൾഡ് ആൻഡ് ദർ ഇസ് വിൻഡ് ചിൽ എഫക്ട്. അപ്പോൾ എല്ലാ ഇത്രയും kmph വിൻഡ് സ്പീഡ് കൂടുമ്പോഴും നമ്മുടെ അപ്പാരന്റ് ടെമ്പറേച്ചർ കുറയും. മോസ്റ്റ് ഓഫ് ദ ടൈം യു ആർ ഇൻ -10, -15 degrees. ചിലപ്പോൾ മഞ്ഞ് വീഴും, ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ്. സോ നോർത്ത് സൗത്ത് ദർ ഇസ് എ ഡിസ്റ്റിങ്ഷൻ. ഈ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് കടലിനെ പറ്റി പഠിക്കാനുള്ള ശ്രമം നടത്തുന്നതിനെ പറ്റിയിട്ട് അതായത് കടലിൻ്റെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ തന്നെ ഒരു 11 വർഷത്തിൻ്റെ ഇടയിൽ തന്നെ കടലിലുണ്ടായിരുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ തീർച്ചയായിട്ടും. അപ്പോൾ ഈ കഴിഞ്ഞ റേസിൽ ഞാനൊരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയിൽ ഞാൻ എല്ലാ ദിവസവും 10 milliliter വെള്ളം ശേഖരിച്ചൊരു ടെസ്റ്റിനകത്ത് പാക്ക് ചെയ്ത് കൊടുക്കായിരുന്നു. തിരിച്ചു അത് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റഡി നടത്തിയ ഫുൾ റൂട്ടിൽ മൈക്രോപ്ലാസ്റ്റിക് ഉണ്ട്. കരയിൽ നിന്ന് ഒരു 4000 kilometer ദൂരെ വരെ മൈക്രോപ്ലാസ്റ്റിക് ഉണ്ട്. So that is how bad the situation is. The other thing is
മോർ ഓഫ് എ കോയിൻസിഡൻസ്. ഞാൻ 2012 സെയിം റൂട്ട് ചെയ്തു, 2023